നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ വിജയന് നാടിന്റെ അന്ത്യാഞ്ജലി. പാടിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ബേഡകം ഗ്രേഡ് എസ്ഐ വിജയൻ ആത്മഹത്യ ചെയ്തത് CPM നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദം കാരണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഉണ്ണിത്താൻ. ബേഡകം ഗ്രേഡ് എസ്ഐയുടെ ആത്മഹത്യ. CPM-നെതിരെ കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുന്നതായി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. NH അൻവർ ട്രസ്റ്റ് മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവന പുരസ്കാരം MG രാധാകൃഷ്ണന്. ചൊവ്വാഴ്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കാസർഗോഡ് ജല അതോറിറ്റി ഓഫീസ് കവാടത്തിൽ ഭീഷണി ഉയർത്തി മരങ്ങൾ. കുന്നിടിച്ച് താഴ്ത്തി പുതിയ റോഡ് പണിതതാണ് മരങ്ങൾ അപകടാവസ്ഥയിലാകാൻ കാരണം. കാസർഗോഡ് തൃക്കണ്ണാട് ബേക്കൽ പ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം. അപ്രതീക്ഷിതമായുണ്ടാകുന്ന കടലേറ്റം നിരവധി വീടുകൾക്ക് ഭീഷണിയാവുന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ വിജയന് നാടിന്റെ അന്ത്യാഞ്ജലി. പാടിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. വിഷം അകത്ത് ചെന്ന് ഗുരുതര നിലയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ രാജപുരം കോളിച്ചാൽ സ്വദേശി വിജയന് നാട് വിട നൽകി. എറണാകുളം അമൃത ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ബേഡകം പോലീസ് സ്റ്റേഷന് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഗ്രേഡ് എസ്ഐയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാസർഗോട്ടെ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ നില ഗുരുതരമായതിനെ തുടർന്ന് ബുധനാഴ്ചയാണ് അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത്. ശനിയാഴ്ച വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. ബേഡകം ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷനുകളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പാടിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുട്ടിനായിക് ആക്കാച്ചുബായ് ദമ്പതികളുടെ മകനാണ് വിജയൻ. പ്രീജയാണ് ഭാര്യ. അഭിജിത്ത്, ആവണി എന്നിവർ മക്കളാണ്. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷമാണ് വിഷം കഴിക്കുവാൻ കാരണമെന്ന് വിജയൻ മൊഴി നൽകിയതായാണ് അറിയുന്നത്. ഗ്രേഡ് എസ്ഐയുടെ മരണത്തിന് കാരണമായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കടുത്ത സമ്മർദ്ദമാണെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസിനെതിരായി CPIM വനിതാ നേതാവ് നൽകിയ പരാതിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു വിജയൻ. ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക സമ്മർദ്ദമാണ് വിജയനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപണം. ഈ ആരോപണങ്ങളെ CPM പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേഡകം ഗ്രേഡ് എസ്ഐ വിജയൻ ആത്മഹത്യ ചെയ്തത് CPM നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദം കാരണമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംഭവത്തിൽ ബേഡടുക്ക പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും CPM നേതാക്കൾക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ബേഡകം എസ്ഐയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ CPM നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പീഡന കേസെടുക്കാൻ SIക്ക് മേൽ സമ്മർദ്ദമുണ്ടായി. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മർദ്ദം സഹിക്കവയ്യാതെ, മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് വിജയൻ എന്ന് പറയുന്ന പനത്തടിയിലുള്ള SIയെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. അന്വേഷിക്കണമല്ലോ. അന്വേഷിക്കാൻ സമ്മതിക്കുന്നില്ല. അന്വേഷിക്കാൻ സമ്മതിക്കാതെ ഉനൈസിൻ്റെ പേരിൽ പീഡന കേസ് ചാർജ് ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ SI പറഞ്ഞു, എനിക്ക് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് അയാൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അയാളുടെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്യാം. അല്ലാതെ ഒരു നിരപരാധിയെ പീഡന കേസിൽ പ്രതിയാക്കാനാവില്ല എന്ന അതിശക്തമായ നിലപാട് ആ സബ് ഇൻസ്പെക്ടർ സ്വീകരിച്ചു. ഇത് ഒരു ആത്മഹത്യയായി കാണാൻ നമുക്ക് ആർക്കും കാണില്ല. ഒരു മനുഷ്യനെ, ഒരു നിരപരാധിയായ നിർദോഷിയായ ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു. അപ്പോൾ ആത്മഹത്യ ഇതൊരു കൊലക്കുറ്റമായി വേണമെങ്കിൽ കാണാം. മനഃപൂർവ്വം ആണ് ഇയാളെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാർ അത് അന്വേഷണം നടക്കട്ടെ. ആരൊക്കെയാണ് ഈ സബ് ഇൻസ്പെക്ടറെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത്? പ്രേരണാകുറ്റം ഉണ്ടല്ലോ, അവരുടെ പേരിൽ കേസെടുക്കണം. അത് വെറും CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും CPM നേതാക്കന്മാരും മാത്രം പോരാ. അദ്ദേഹത്തിൽ
ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയ ഉദ്യോഗസ്ഥന്മാരാരെന്ന് കണ്ടുപിടിക്കണ്ടേ? അദ്ദേഹം ഒരു സബ് ഇൻസ്പെക്ടറാണ്, അതിന് മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. ഏത് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ പീഡന കേസിൽ ഉനൈസിൻ്റെ പേരിൽ കേസെടുക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തിയ ഉദ്യോഗസ്ഥരാണ്? അവരെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം, അവരുടെ പേരിൽ അന്വേഷണം നടത്തണം. കുറ്റക്കാരായവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ബേഡകം പോലീസ് സ്റ്റേഷന് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് SIയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ കാസർകോട്ടെ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ നില ഗുരുതരമായതിനെ തുടർന്ന് ബുധനാഴ്ച അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയ വിജയൻ ശനിയാഴ്ച വൈകിട്ടോടെയാണ് മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേഡകം ഗ്രേഡ് SIയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CPMനെതിരെ കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുന്നതായി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. SIയുടെ മരണം തീർത്തും നിർഭാഗ്യകരമെന്നും അതിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്നും MV ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPMനെതിരെ കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. SIയുടെ മരണം തീർത്തും നിർഭാഗ്യകരമാണ്, അതിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്നും വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും തിരഞ്ഞെടുപ്പ് ദിവസം മുതൽ കോൺഗ്രസ് നടത്തിവരുന്ന വിഷലിപ്തമായ പ്രചരണങ്ങളുടെ ഭാഗമായാണ് SIയുടെ മരണത്തെ പോലും വലിച്ചിഴക്കുന്നതെന്നും CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ആരോപിച്ചു. SIയുടെ ആത്മഹത്യാ ശ്രമം എല്ലാവരും അറിയുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസുകാർ പാർട്ടിക്കെതിരെ വ്യാജ പ്രചരണം തുടങ്ങിയിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിന് നേതൃത്വം നൽകി. ഇത്തരം ഹീനമായ പ്രചാരണം നടത്തിയവർക്കെതിരെയും അന്വേഷണം വേണമെന്നും SIയുടെ മരണകാരണം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും പാർട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും MV ബാലകൃഷ്ണൻ പറഞ്ഞു. SI മരിച്ച സംഭവത്തിൽ പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച കഥയാണെന്ന് CH കുഞ്ഞമ്പു MLA പ്രതികരിച്ചു. SIക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല, സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണം, അന്വേഷണത്തിന് പാർട്ടി പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഹങ്കാരവും ധിക്കാരവും വിളിച്ചു പറയുകയാണ് ഉണ്ണിത്താനെന്നും വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതി പോലീസ് ഗൗരവത്തിലെടുക്കണമെന്നും CH കുഞ്ഞമ്പു MLA കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതി വ്യാജ പരാതിയല്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ മാനസികമായും ശാരീരികമായും വളരെയേറെ ബുദ്ധിമുട്ടിച്ച കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർക്കെതിരായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അന്വേഷണത്തിലാണ്, അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതിൽ ഏതെങ്കിലും ഒരു CPM നേതാവ് ഏതെങ്കിലും ഒരു പോലീസിനെ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. പരാതി കൊടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആൾ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 164 സ്റ്റേറ്റ്മെൻറ്റിൽ കോടതിയിലേക്കും പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലീഗലായ സ്റ്റെപ്സ് എല്ലാം നടത്തിയതിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേതാവ് ഈ SIയെ വിളിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ അവിടെ കോൾ ലിസ്റ്റ് പരിശോധിക്കുക, വിളിച്ചില്ല. CIയുടെയും വിളിച്ചിട്ടില്ല. SP-യുമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. ഇങ്ങനെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പരാതിയുണ്ട്, ഒന്ന് എന്താണെന്ന് വേണ്ട വലിച്ചു ചെയ്യണം. അവർ കൈക്കൊള്ളല്ലോ, പിന്നെ പോലീസ് ചെയ്യൂല ആ കാര്യങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കുമോ? അത് സംബന്ധിച്ച് പിന്നെ ബാക്കിയെല്ലാം കെട്ടിച്ചമച്ച കഥകളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർണാടക പോലീസ് കസ്റ്റഡിയിൽ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ. കാസർഗോഡ് ബന്ദിയോട് മള്ളങ്കൈ സ്വദേശി മുഹമ്മദ് നൌഫലാണ് മരിച്ചത്. NTPS കേസിൽ തടവിലായിരുന്ന നൌഫൽ അസുഖബാധിതനായതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 25-നാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. NH അൻവർ ട്രസ്റ്റ് മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവന പുരസ്കാരം MG രാധാകൃഷ്ണന്. ചൊവ്വാഴ്ച 3 മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള NH അൻവർ ട്രസ്റ്റ് നൽകി വരുന്ന 6ാമത് NH അൻവർ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ടെലിവിഷൻ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് മുതിർന്ന മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് എഡിറ്ററുമായ MG രാധാകൃഷ്ണൻ അർഹനായി. 25,000 രൂപയും ശില്പവും ഫലകവുമാണ് പുരസ്കാരം. സാറ്റലൈറ്റ് ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ ശ്രാവൺ കൃഷ്ണയ്ക്കാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ മരിച്ച മണ്ണ് എന്ന പരമ്പരയാണ് ശ്രാവൺ കൃഷ്ണയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇതേ വിഭാഗത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ സുഹൈൽ അഹമ്മദ് തയ്യാറാക്കിയ കാട് മുടിക്കുന്ന കൊന്ന എന്ന പരമ്പര പ്രത്യേക ജൂറി പരാമർശം നേടി. കേബിൾ TV ചാനലുകൾക്കുള്ള അവാർഡും പ്രഖ്യാപിച്ചു.
മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ദൃശ്യ ന്യൂസിലെ ജോജു ജോസഫ് തയ്യാറാക്കിയ ജീവിതം നൂൽപ്പാലത്തിലൂടെ എന്ന റിപ്പോർട്ടിനാണ് പുരസ്കാരം. മികച്ച വിഷ്വൽ എഡിറ്റർക്കുള്ള പുരസ്കാരത്തിന് വയനാട് വിഷൻ ചാനലിലെ പ്രശോഭ് ജയകുമാർ അർഹനായി. ഗന്ധകശാലയുടെ മണമുള്ള നാട്ടിലേക്ക് ഒരു യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ ചിത്ര സംയോജന മികവിനാണ് പുരസ്കാരം. മികച്ച ക്യാമറ പേഴ്സണുള്ള പുരസ്കാരത്തിന് ഷീലറ്റ് സിജോ അർഹനായി. മാധ്യമപ്രവർത്തകരായ കൃഷ്ണദാസ് പുലാപ്പറ്റ, MS ബനേഷ്, NE ഹരികുമാർ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ നിർണയിച്ചത്. പുരസ്കാരങ്ങൾ മെയ് 7-ന് 3 മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജല അതോറിറ്റി ഓഫീസ് കവാടത്തിൽ ഭീഷണി ഉയർത്തി മരങ്ങൾ. കുന്നിടിച്ച് താഴ്ത്തി പുതിയ റോഡ് പണിതത് കാരണമാണ് മരങ്ങൾ ഏത് സമയത്തും വീഴാവുന്ന അവസ്ഥയിലായത്. ജല അതോറിറ്റി വിദ്യാനഗർ ഡിവിഷൻ ഓഫീസിലേക്കുള്ള റോഡിനോട് ചേർന്നുള്ള കൂറ്റൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ മഹാഗണി മരവും തേക്ക് മരവുമാണ് വേരുകൾ മുഴുവൻ അറ്റനിലയിൽ നിൽക്കുന്നത്. കുന്നിടിച്ച് താഴ്ത്തി പുതിയ റോഡ് പണിതതിനെ തുടർന്നാണ് ഈ അവസ്ഥയുണ്ടായത്. നേരത്തെയുണ്ടായിരുന്ന റോഡിന്റെ ഇരുഭാഗത്തുമുള്ള കൂറ്റൻ മരങ്ങൾ മാത്രം നിലനിർത്തിയാണ് പുതിയ റോഡ് ഉണ്ടാക്കിയത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജല അതോറിറ്റിയുടെ പൈപ്പുകളും ഇവിടെ താഴ്ത്തിയിടേണ്ടി വന്നിട്ടുണ്ട്. സർവീസ് റോഡ് 2 മീറ്ററോളം താഴ്ന്ന സാഹചര്യത്തിൽ ഇതിനനുസരിച്ച് ജല അതോറിറ്റി ഓഫീസിലേക്കുള്ള റോഡും കവാടത്തിന് സമീപം 2 മീറ്ററോളം താഴ്ത്തേണ്ടി വന്നിരുന്നു. ബാവിക്കര കുന്നിലെ പ്ലാന്റിൽ നിന്ന് ശുദ്ധീകരിച്ച് വിദ്യാനഗർ ഡിവിഷൻ ഓഫീസിന് സമീപമുള്ള സംഭരണിയിലെത്തിക്കുന്ന കുടിവെള്ളം ഇവിടെ വെച്ചാണ് മറ്റ് സംഭരണികളിലേക്ക് കടത്തിവിടുന്നത്. സർവീസ് റോഡിൽ നിന്ന് പുതുതായി ഓഫീസിലേക്ക് 2 മീറ്ററിലേറെ താഴ്ത്തി പണിത റോഡിലാണ് കുഴിയെടുത്ത് പൈപ്പുകളിട്ട് വെള്ളം കടത്തിവിടുന്നതിനുള്ള സംവിധാനം ഒരുക്കിയത്. ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുത കമ്പികളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. മരങ്ങൾ വീണാൽ വൈദ്യുത കമ്പിയോടൊപ്പം വീഴും. വിദ്യാനഗർ ഡിവിഷൻ ഓഫീസിനോട് ചേർന്നുള്ള ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിലെ കുട്ടികൾ പോകുന്ന വഴി കൂടിയാണിത്. ഈ സാഹചര്യത്തിൽ സർവീസ് റോഡിനോട് ചേർന്ന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് സമീപവാസികളുടെയും ഓഫീസിലേക്ക് എത്തുന്നവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തൃക്കണ്ണാട് ബേക്കൽ പ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കടലേറ്റം നിരവധി വീടുകൾക്കാണ് ഭീഷണി സൃഷ്ടിക്കുന്നത്. കോട്ടിക്കുളം ബേക്കലത്തും തൃക്കണ്ണാട്ടും കള്ളക്കടൽ പ്രതിഭാസം. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയും അപ്രതീക്ഷിതമായി കൂറ്റൻ തിര കരയിലേക്ക് അടിച്ചു കയറുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ടും ഈ പ്രതിഭാസം തുടർന്നു. അപ്രതീക്ഷിത കടലേറ്റം ഈ ഭാഗത്തെ 9 വീടുകൾക്ക് ഭീഷണിയാകുന്നുണ്ട്. മാളികവളപ്പ് കല്യാണി, സുരേഷ്, ചന്ദ്രിക, രമേശ്, മല്ലിക, സ്വാമിക്കുട്ടി, ശൈലാചന്ദ്രൻ, മോഹനൻ, കാർത്യായനി, ശ്യാമളാചന്ദ്രൻ തുടങ്ങിയവരുടെ വീടുകൾക്കാണ് ഭീഷണിയുള്ളത്. ശനിയാഴ്ച രാത്രി തൊഴിലാളികൾ ട്രാക്ടറുകൾ ഉപയോഗിച്ച് തോണികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. കടപ്പുറത്തെ മണൽത്തിട്ടയിൽ കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന വലകൾ തിരയിൽ ഒഴുകിപ്പോകാതിരിക്കാൻ വടം കെട്ടി സുരക്ഷിതമാക്കി. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിന് മുൻവശം സംസ്ഥാന പാതയുടെ 30 മീറ്റർ അരികെ വരെ കടലെടുത്തിട്ടുണ്ട്. തൃക്കണ്ണാട് ബേക്കൽ വിഷ്ണുമഠം പ്രദേശങ്ങളിൽ 100 മീറ്ററോളം വീതിയിൽ കടൽ കരയിലേക്ക് കയറി. പ്രധാനമായും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഹാർബർ, ഫിഷിംഗ് ഹാർബർ വേണമെന്നുള്ളതാണ്. ആ ഹാർബർ സ്ഥാപിക്കുവാൻ ആവശ്യമായ ഒരു സർവേ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഒരു തുടർ നടപടി സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുണ്ടായ ഹാർബർ വന്നാൽ ഒരു പരിധി വരെ നമുക്ക് ഈ കടലാക്രമണ ഭീഷണി തടയാൻ കഴിയും ഈ പ്രദേശത്ത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മത്സ്യബന്ധനം നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകുവാനും സാധിക്കും. ഇപ്പോൾ ഒരു വിഷയം ഈ ഹാർബറിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുക, അതുപോലെ തന്നെ കടൽ ഭിത്തി, തകർന്നു കിടക്കുന്ന കടൽ ഭിത്തി പൂർണ്ണമായും പുനരുദ്ധരിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഇത് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചാൽ തന്നെ അതിൻ്റെ നടപടികൾ ക്രമാതീതമായി നടത്താൻ കഴിയും നമുക്ക്. അപ്പോൾ ഹോട്ട്സ്പോട്ടായി ഉടനെ പ്രഖ്യാപിച്ചുകൊണ്ട് തുടർ നടപടികൾ ചെയ്യുക. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ വേലിയേറ്റ സമയത്തുണ്ടായ ഈ കടലേറ്റത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ വീടുകളുടെ അടുത്ത് പരിസരത്തൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങൾ ഉദുമ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടർ കെ ഇമ്പശേഖർ, കോട്ടിക്കുളം വില്ലേജ് ഓഫീസർ, ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി, ഭരണസമിതി അംഗം MBV എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിൽ കടലേറ്റമുണ്ടായ ബേക്കൽ, തൃക്കണ്ണാട് പ്രദേശത്ത് കടൽ ഭിത്തിക്കായി പുതിയ പദ്ധതി സമർപ്പിക്കാൻ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. നബാർഡ് സഹായത്തോടെ ഇവിടെ തീരസംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ 10 ദിവസത്തിനകം പദ്ധതി സമർപ്പിക്കണമെന്നാണ് ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാറിലുണ്ടായിരുന്നയാൾക്ക് പരിക്കേറ്റു. കാറിലിടിച്ച് ഡിവൈഡറിലും ഇടിച്ചതിനെ തുടർന്ന് ആംബുലൻസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കാർ യാത്രികനായ റിട്ടയർഡ് പോലീസുകാരൻ കൃഷ്ണ എന്നയാൾക്കാണ് പരിക്കേറ്റത്. മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് മൃതദേഹവുമായി പോവുകയായിരുന്നു ആംബുലൻസ്. കുഞ്ചത്തൂരിലെത്തിയപ്പോൾ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിലിടിച്ച ആംബുലൻസ് ശക്തിയോടെ റോഡരികിലെ ഡിവൈഡറിലും ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ദേർലക്കട്ടെ സ്വദേശിയായ പ്രശാന്തായിരുന്നു ആംബുലൻസ് ഓടിച്ചത്. പിന്നീട് മറ്റൊരു ആംബുലൻസ് എത്തിയാണ് മൃതദേഹം കൊണ്ടുപോയത്. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് സുൽത്താൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡയമണ്ട് ആൻഡ് പൊൾക്കി ഡയമണ്ട് പ്രദർശനവും വിൽപ്പനയും തുടങ്ങി. കാസർഗോഡ് മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഇല്യാസ് ടി എ ഉദ്ഘാടനം ചെയ്തു. അതിനൂതനമായ വജ്രാഭരണങ്ങളുടെ അമൂല്യമായ ശേഖരമാണ് എക്സിബിഷനിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡ് സുൽത്താൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡയമണ്ട് ആൻഡ് പൊൾക്കി ഡയമണ്ട് പ്രദർശനവും വിൽപ്പനയുമായ വിശ്വവജ്രയുടെ 12ാം പതിപ്പിനാണ് തുടക്കമായത്. പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഇല്യാസ് ടി എ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തടുക്ക, മുഹമ്മദ് ഹനീഫ് അടുക്ക, സിദ്ദിഖ് കയ്യങ്കൂടൽ, മുഹമ്മദ് മുനീർ പട്ടുവത്തിൽ, ഡോക്ടർ ജഹനാസ് ഹംസർ ആൻഡ് ഹംസർ പെർല, എച്ച് ശിവരാമ ഭട്ട് ആൻഡ് ഉഷ ശിവരാമ ഭട്ട്, ഡോക്ടർ ആയിഷ സമീൽ എന്നീ വിശിഷ്ടാതിഥികൾ വിവിധ പ്രദർശന ശേഖരങ്ങളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. വിശ്വവജ്ര ഡയമണ്ട് ആൻഡ് പൊൽക്കി ഡയമണ്ട് ഷോയിൽ ലോകമെമ്പാടുമുള്ള സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ 10,000 ക്യാരറ്റിലധികം സ്റ്റോക്ക് പ്രദർശിപ്പിക്കുന്നു. ഇറ്റലി, ഫ്രാൻസ്, തുർക്കി, ബെൽജിയം, US, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എക്സ്ക്ലൂസീവ് അന്താരാഷ്ട്ര ശേഖരങ്ങളാണ് ഷോയുടെ പ്രധാന ആകർഷണം. വൈഡ് റേഞ്ച് ഓഫ് ലക്ഷറി ക്യോമി ഡയമണ്ട് കളക്ഷൻ, സോളിറ്റയർ കളക്ഷൻ, ട്രഡീഷണൽ ക്ലോത്ത് സെറ്റിംഗ് ഡയമണ്ട് ജ്വല്ലറി, തന്മാനിയ കളക്ഷൻസ്, ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻസ്, അൺകട്ട് ഡയമണ്ട്സ് ആൻഡ് റൂബി, എമറാൾഡ്, ജംസ്റ്റോൺ കളക്ഷൻ എന്നിവ എക്സിബിഷനിലുണ്ട്. 80,000 രൂപ മുതലുള്ള ഡെയിലി വെയർ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് നെക്ലേസുകൾ, 35,000 രൂപ മുതലുള്ള ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് വളകൾ, 8,000 രൂപ മുതലുള്ള ഡയമണ്ട് മോതിരങ്ങൾ എന്നിവ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളിൽ ലഭ്യമാണ്. ഡയമണ്ട് ആൻഡ് പൊൽക്കി മാസ്റ്റർ പീസുകൾ കാണുവാനും സ്വന്തമാക്കുവാനുമുള്ള സുവർണാവസരമാണ് ഈ എക്സിബിഷൻ. ഡയമണ്ട് ക്യാരറ്റിനു മേലെ 8,000 രൂപ ഡിസ്കൗണ്ട് ഉൾപ്പെടെ എക്സിബിഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫറുകളുമുണ്ട്. പ്രദർശനം മെയ് 16-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനത്ത് അപ്പോളോ സർക്കസ് പ്രദർശനത്തിന് തുടക്കമായി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിനെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച് താളിപ്പടുപ്പ് മൈതാനത്ത് അപ്പോളോ സർക്കസ് പ്രദർശനം തുടങ്ങി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭ പ്രതിപക്ഷ നേതാവ് പി രമേശ്, വാർഡ് കൗൺസിലർ ഹേമലത ജെ ഷെട്ടി, സർക്കസ് അധികൃതർ എന്നിവർ സംസാരിച്ചു. ആദ്യ ഷോ കാണുവാൻ തന്നെ നിരവധി സർക്കസ് പ്രേമികളാണ് എത്തിയത്. സാഹസികതയും സർഗവൈഭവവും ആധുനിക സാങ്കേതിക വിദ്യകളും സമന്വയിക്കുന്ന വിസ്മയ കാഴ്ചകളാണ് അപ്പോളോ സർക്കസ് കാഴ്ചക്കാർക്ക് പകർന്നു നൽകുന്നത്.
അത്ഭുതമുളവാക്കുന്ന പ്രകടനങ്ങളുമായി കാസർഗോഡ് ആദ്യമായെത്തിയ അപ്പോളോ സർക്കസിനെ ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. 1 മണി, 4 മണി, 7 മണി എന്നിങ്ങനെ ദിവസേന 3 പ്രദർശനങ്ങളാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്തിയുറങ്ങാൻ ഭവനമില്ലാത്ത കുടുംബത്തിന് വീടൊരുക്കി നൽകി ചെറുവത്തൂർ നെല്ലിക്കാൽ അസിനാർ മുക്ക് ഫിർദൌസിയ കൾച്ചറൽ സെന്റർ ചാരിറ്റബിൾ ട്രസ്റ്റ്. കാടാങ്കോട് നടന്ന ലളിതമായ ചടങ്ങിൽ സയ്യിദ് സഫിയുല്ലാഹിൽ ആറ്റുകോയ തങ്ങൾ ഫൈസി മണ്ണാർക്കാട് താക്കോൽദാനം നിർവഹിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഫിർദൌസിയ കൾച്ചറൽ സെന്റർ ട്രസ്റ്റ് നേതൃത്വത്തിൽ കാടാങ്കോട് ഐസ് പ്ലാൻ റോഡിലെ 4 സെന്റ് ഭൂമിയിൽ 2 കിടപ്പുമുറി, ഹാൾ, അടുക്കള, ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള ഭവനമാണ് നിർമ്മിച്ചു നൽകിയത്. ഏതാണ്ട് 18 ലക്ഷത്തിൽ പരം രൂപ ചെലവിട്ടാണ് വീടൊരുക്കി നൽകിയത്. വീടിനടുത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ സയ്യിദ് സഫിയുല്ലാഹിൻ ആറ്റുകോയ തങ്ങൾ ഫൈസി മണ്ണാർക്കാട് താക്കോൽദാനം നിർവഹിച്ചു. ഒരു പാവപ്പെട്ട കുടുംബത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ കാര്യം ഒരു തണലാണ്, ചേർത്ത് നിർത്തലാണ്. അത് ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. എം അബ്ദുൽ ഖാദർ ഹാജി, എം മുഹമ്മദ് കുഞ്ഞി ഹാജി, MV ഷെരീഫ്, KA മുഹമ്മദ് കുഞ്ഞി ഹാജി എന്നിവർ ചേർന്ന് താക്കോൽ ഏറ്റുവാങ്ങി. വീടിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ച K മുഹമ്മദ് കുഞ്ഞി ഹാജിക്ക് ആറ്റുകോയ തങ്ങൾ ഉപഹാരം നൽകി. MV ഷെരീഫ് പൊന്നാട അണിയിച്ചു. ഫിർദൌസിയ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് M ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് KA അറഫത്ത്, കൾച്ചറൽ സെന്റർ UAE ഘടകം പ്രസിഡന്റ് AM ഷംസുദ്ദീൻ, വർക്കിംഗ് സെക്രട്ടറി ആഷിഖ് അമീർ, അബ്നാൻ ഇബ്നു അബ്ദുൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഭയം വൃദ്ധാശ്രമത്തിന്റെ 5ാം വാർഷികാഘോഷം വയോമിത്രം 2024 സംഘടിപ്പിച്ചു. ദീപ നഴ്സിംഗ് ഹോം കാഞ്ഞങ്ങാട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മഞ്ജുനാഥ് പൈ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഭയം വൃദ്ധാശ്രമത്തിന്റെ 5ാം വാർഷികാഘോഷം വയോമിത്രം 2024 കല്യാണം മുത്തപ്പൻ തറയ്ക്ക് സമീപത്ത് വെച്ചാണ് നടന്നത്. കാഞ്ഞങ്ങാട് ദീപ നഴ്സിംഗ് ഹോം കാഞ്ഞങ്ങാട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മഞ്ജുനാഥ് പൈ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഗുരുദത്ത് റാവു അധ്യക്ഷത വഹിച്ചു. ആനന്ദാശ്രമം സ്വാമിജി മുക്താനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സേവാഭാരതി കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ലക്ഷ്മണൻ KV സേവാഭാരതി അവലോകനം നടത്തി. വൃദ്ധാശ്രമം മുൻ ട്രസ്റ്റ് ലയൺസ് മില്ലേനിയം ട്രസ്റ്റ് കാഞ്ഞങ്ങാടിലെ അംഗങ്ങൾക്ക് ആദര സമർപ്പണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സംഘചാലക് K ദാമോദരൻ ആർക്കിടെക്ട് നിർവഹിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് അംഗം A വേലായുധൻ, ലയൺസ് മില്ലേനിയം ട്രസ്റ്റ് അംഗം ശ്രീനിവാസ് ഷേനായി, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി സംഗീത വിജയൻ, അഭയം വൃദ്ധാശ്രമം മാനേജർ MP രഘുനാഥ്, അഭയം വൃദ്ധാശ്രമം ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ MP, അഭയം വൃദ്ധാശ്രമം പ്രസിഡന്റ് T ഗോപി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനറും കാഞ്ഞങ്ങാട് സേവാഭാരതി ജനറൽ സെക്രട്ടറിയുമായ K ബാലകൃഷ്ണൻ സ്വാഗതവും സേവാഭാരതി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ V നന്ദിയും പറഞ്ഞു. തുടർന്ന് നിരവധി കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട്ട് വിളംബര ഘോഷയാത്ര നടന്നു. ആരോഗ്യരംഗത്ത് നഴ്സുമാർ വഹിക്കുന്ന നിർണായക പങ്കിന്റെ ഓർമ്മപ്പെടുത്തലായി ആധുനിക നഴ്സിംഗിന്റെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 എല്ലാ വർഷവും ലോകമെമ്പാടും അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നടന്ന വിളംബര ഘോഷയാത്ര കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിൽ സമാപിച്ചു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ VV മാലതി പതാക ഉയർത്തി. ജില്ലാ MCH ഓഫീസർ M ശോഭന നഴ്സസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നഴ്സസ് വാരാഘോഷം ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ ഹാളിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ TK ഷൈബി അധ്യക്ഷയായി. ഡോക്ടർ ഷാൻഡി KK, ഡോക്ടർ B സന്തോഷ് എന്നിവർ സംസാരിച്ചു. K ഉഷ സ്വാഗതവും M ഗീത നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സെമിനാറിൽ സിമെറ്റ് കോളേജ് പ്രിൻസിപ്പൽ ജെയിംസ് ചാക്കോ വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര മണലിൽ മെട്രോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷങ്ങൾക്കും ലൈബ്രറി ഉദ്ഘാടന ചടങ്ങുകൾക്കും സമാപനമായി. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കിഴക്കുംകര മണലിൽ മെട്രോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷങ്ങൾക്കും ലൈബ്രറി ഉദ്ഘാടന ചടങ്ങുകൾക്കും സമാപനമായി.
കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മാധവൻ പുറച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ വി ശ്രീജിത്ത് അധ്യക്ഷനായി. സാംസ്കാരിക പ്രവർത്തകൻ വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. എം ശോഭന, കെ വി ലക്ഷ്മി, എം വി രാഘവൻ, പപ്പൻ കുട്ടമത്ത്, അഡ്വക്കേറ്റ് രാജ്മോഹൻ മണലിൽ, ഡോക്ടർ എ അശോകൻ മണലിൽ, സി വി പ്രകാശൻ, ചന്ദ്രൻ മണലിൽ, അനിതാമണി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ എം രാജേഷ് സ്വാഗതവും മെട്രോ മണലിൽ പ്രസിഡന്റ് രാകേഷ് കെ നന്ദിയും പറഞ്ഞു. തുടർന്ന് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ജിയോ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ബി കെ നിഷ മനോജ് കുമാർ മണലിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് വിജയന് നാടിന്റെ അന്ത്യാഞ്ജലി. പാടിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ബേഡകം ഗ്രേഡ് എസ് വിജയൻ ആത്മഹത്യ ചെയ്തത് CPM നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദം കാരണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഉണ്ണിത്താൻ. ബേഡകം ഗ്രേഡ് എസ് ആത്മഹത്യ. CPM-നെതിരെ കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുന്നതായി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. NH അൻവർ ട്രസ്റ്റ് മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവന പുരസ്കാരം MG രാധാകൃഷ്ണന്. ചൊവ്വാഴ്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കാസർഗോഡ് ജല അതോറിറ്റി ഓഫീസ് കവാടത്തിൽ ഭീഷണി ഉയർത്തി മരങ്ങൾ. കുന്നിടിച്ച് താഴ്ത്തി പുതിയ റോഡ് പണിതതാണ് മരങ്ങൾ അപകടാവസ്ഥയിലാകാൻ കാരണം. കാസർഗോഡ് തൃക്കണ്ണാട് ബേക്കൽ പ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം. അപ്രതീക്ഷിതമായുണ്ടാകുന്ന കടലേറ്റം നിരവധി വീടുകൾക്ക് ഭീഷണിയാവുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.